ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പീഡന പരമ്പരയുടെ ഒരു മെഗാ സീരിയല് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യങ്ങളും മുതലെടുപ്പിന് വേണ്ടിയുള്ള അസത്യങ്ങളും ചേർന്നുള്ള ഒരു പീഡന ഘോഷയാത്ര നടക്കുകയാണ്. പൾസർ സുനിയുടെയും കൂട്ടരുടെയും കയ്യിലകപ്പെട്ട ആക്രമിക്കപ്പെട്ട നടിക്കുണ്ടായ ദുരനുഭവം പോലെ ഒരു പറ്റം ചെന്നായ്ക്കളുടെ നടുവിൽപ്പെട്ട മലയാളത്തിലെ പ്രശസ്തയായ ഒരു നായികയ്ക്കുണ്ടായ വേദനിപ്പിക്കുന്ന ഒരു പീഡന കഥ. നമസ്കാരം. സിനിമാ രംഗത്തെത്തുന്ന പെൺകുട്ടികൾ, നടികൾ സുരക്ഷിതരാണോ? കൂട്ടബലാത്സംഗത്തിന് ഇരയാവാത്ത സിനിമാ നടികളുണ്ടോ? എല്ലാവരും കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പല സിനിമാ നടികളും, പ്രശസ്തരായ പല സിനിമാ നടികളും കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ഒന്നും രണ്ടും പേരിൽ പലരും കൂട്ടബലാത്സംഗം ചെയ്യാറുണ്ട്. ഇതൊന്നും ആരും പുറത്തു പറയാറില്ല. സിനിമാ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ നടികളെ എങ്ങനെയായെങ്കിലും അവരെ ഒരു ഇടനിലക്കാരികളാക്കി മാറ്റുക എന്നുള്ള തന്ത്രമാണ് ഈ മാഫിയ സംഘം ചെയ്യാറുള്ളത്. ഇടനിലക്കാരികളാക്കുക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നടികളെ അടക്കം ഇവരുടെ വഴിക്ക് കൃത്യമായി പെൺവാണിഭ സംഘത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ മാഫിയ സംഘത്തിനുള്ളത്. സിനിമാ രംഗത്തെത്തുന്ന പുതുമുഖങ്ങളായ നടികൾ മാത്രമല്ല, പ്രശസ്തരായ നടികളും കൂട്ടബലാത്സംഗത്തിന് ഇരയാവാറുണ്ട്. അത് പല വഴികളിലൂടെയാണ്. ഒന്ന്, സിനിമയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവസരം കിട്ടില്ല എന്ന് പറയുന്ന WCC മെമ്പർമാരുടെ പരാതി 100% ശരിയാണ്. അങ്ങനെ ബലാത്സംഗത്തിനിരയിൽ പ്രശസ്തരായ സിനിമാ നടികളായ പലരും എന്നോട് പലതും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ആലപ്പി അഷ്റഫ്, ഒരു സിനിമാ നടിയുടെ, മുമ്പുണ്ടായിരുന്ന ഒരു സിനിമാ നടിയുടെ പേരും പ്രശസ്തി ഉണ്ടായിരുന്ന, കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന ആ സിനിമാ നടി, ഓരോ സിനിമയിലും വെച്ചടി കയറിയിരുന്ന ആ സിനിമാ നടിയെ ഒരു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കഥയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു നടിയുടെ മാത്രം കഥയല്ല, പല നടിമാരുടെയും കഥയാണ്. പലരും ഇത് തുറന്ന് പറയാറില്ല മാത്രം. ഇവിടെ ഉള്ള ഈ നടി ബലാത്സംഗത്തിന് ഇരയായത് ഒരു കൂട്ടം ആളുകളാണ്. ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു മാഫിയ സംഘത്തിൻ്റെ വലയിൽപ്പെട്ട് അവിടെ തുടർച്ചയായിട്ട് ബലാത്സംഗം തന്നെയായിരുന്നു. അവിടെ നിന്ന് ആ നടി രക്ഷപ്പെട്ടു പോകുന്ന കഥയാണ് അദ്ദേഹം ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റോറി എല്ലാ മലയാളികളും മാത്രമല്ല, സിനിമാ നടികളും കേൾക്കേണ്ടതാണ്. കാരണം സിനിമയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുമെന്ന് ചിന്തിച്ചു വരുന്ന സിനിമാ നടികൾക്കുള്ള ഒരു അനുഭവ പാഠമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിട്ടുള്ളത്. ആലപ്പി അഷ്റഫിനെ നമുക്കറിയാം, സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു ബ്ലോഗറാണ്, യൂട്യൂബറാണ് ആലപ്പി അഷ്റഫ്. എന്തായാലും അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയാറുള്ളത്. ആരെയും വിഷമപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. എന്നാൽ എല്ലാവരുടെയും കഥകൾ അവിടെയും ഇവിടെയും കൃത്യമായി ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരുടെയും പക്ഷം ചേർന്നുകൊണ്ടല്ല, സത്യത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം പറഞ്ഞ കഥ കേൾക്കേണ്ടതാണ്. അതായത് ഒരു പ്രശസ്തയായ കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന, ഒരു കാലഘട്ടത്തിൽ അവരെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇടിച്ചു കയറിയിരുന്ന ആ സിനിമാ നടിയെ ഒരു കൂട്ടം ആളുകൾ ബലാത്സംഗം ചെയ്ത് അവസാനം രക്ഷപ്പെട്ട്, അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോകുന്ന, ആ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കഥയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം. മിമിക്രി എന്ന കലാരൂപം അമേരിക്കയിൽ ആദ്യമായിട്ട് എത്തിച്ചത് ഞാനായിരുന്നു 1982. അന്ന് ഞാനും ബേബി ശാലിനിയും രോഹിണിയും ചേർന്നൊരു ചെറിയ ട്രൂപ്പ് ഞങ്ങൾ അമേരിക്കയിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചു. വലിയ വിജയവുമായിരുന്നു അത്. അതിൻ്റെ സ്പോൺസർഷിപ്പ് താര ആർട്സ് വിജയനായിരുന്നു. ഞങ്ങൾ വിജയേട്ട എന്ന് സ്നേഹപൂർവ്വം വിളിക്കാറുള്ള വിജയൻ. അദ്ദേഹം തെക്കുറിശിയുടെ കാലം തൊട്ട് ഇന്നത്തെ തലമുറ വരെ, ഇപ്പോഴത്തെ തലമുറ വരെ അദ്ദേഹം ഇങ്ങനെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന സംഭവത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷി വിജയേട്ടൻ മാത്രമാണ്. മലയാളത്തിലെ നസീർ സാറിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു നടിയാണ്. അവർ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ്. ഞാനൊക്കെ അവരുടെ വലിയ ഫാനായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവരുടെ ഒരു യൂത്തിനെ ആകർഷിക്കുന്ന ഒരു പടം ഭയങ്കര ഹിറ്റായിരുന്നു. അത് വീണ്ടും പല ഭാഷകളിലും അത് റീമേക്ക് ചെയ്യുകയുണ്ടായി. ചിലതിലൊക്കെ അവർ തന്നെയായിരുന്നു നായികയായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഫോൺ വരുന്നത്. ഹിന്ദിയിലെ ആൾക്കാരാണ് സംസാരിച്ചത്.
അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അവരൊരു പടം ചെയ്യുന്നത്, ഒരു ഡയറക്ടറുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു പടം അവിടെ ഷൂട്ടിങ് തുടങ്ങി. അതിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഒരു വലിയ ലീഡിങ് റോളാണ്, അവരെ ഇടണമെന്ന് ഡയറക്ടർ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു. പാവം ഈ നായിക അത് വിശ്വസിച്ചു, അവരാഗ്രഹിച്ചു, അവർ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. ബാക്കിയുള്ള ഡീലിങ്സൊക്കെ അവർ തമ്മിൽ സംസാരിച്ച് എഗ്രിമെൻ്റ്, എന്തോ പൈസ അയക്കലും ഒക്കെ നടന്നു കഴിഞ്ഞു. പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്പോൺസർഷിപ്പൊക്കെ അയച്ചു, വിസയൊക്കെ ശരിയാക്കി അവർ നേരെ അമേരിക്കയ്ക്ക് പറന്നു. എയർപോർട്ടിൽ വന്നിറങ്ങി അവരെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവരെ ന്യൂയോർക്കിലുള്ള ഒരു ഫ്ലാറ്റിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരവിടെ വിശ്രമിക്കാൻ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ രണ്ടുപേര് മദ്യപിച്ച് അവരുടെ മുമ്പിലേക്ക് എത്തുന്നു. അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ രീതികളുമെല്ലാം കണ്ട് ഇവർ അന്താളിച്ചു. അപ്പോൾ അവർ മനസ്സിലായി താനൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണെന്ന്. അവരവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ശരിക്കും ഇവർ സിനിമാക്കാരോ സിനിമയായിട്ട് യാതൊരു ബന്ധവുമുള്ളവരല്ലായിരുന്നു. അവരെല്ലാം ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അണ്ടർവേൾഡ് ഗാങ്ങിൽപ്പെട്ടവരായിരുന്നു. ഈ ഗാങ്ങിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ആ നായിക കെണിയിൽ വീണത്. താൻ കെണിയിലകപ്പെട്ടു എന്നറിഞ്ഞ അവർ കൈകൂപ്പി കേടപേക്ഷിച്ചു, ഉറക്കെ നിലവിളിച്ചു. ആര് കേൾക്കാൻ അവരുടെ നിലവിളികൾ? പീഡനം തുടർന്നുകൊണ്ടിരുന്നു. കൊടും ക്രിമിനലുകളുടെ ഇടയിൽപ്പെട്ട അവർ ദയയ്ക്ക് വേണ്ടി യാചിച്ചു. ആര് കേൾക്കാൻ? എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. തൻ്റെ അന്ത്യം ഇവിടെ ആയിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. തന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, തനിക്കിനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നവരാലോചിച്ച് നീറി കരഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അവരെ നിരീക്ഷിക്കാനായി സെക്യൂരിറ്റിയും അവർ ഏർപ്പാട് ചെയ്തിരുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ ട്രാപ്പിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ദിവസം എല്ലാവരും പെട്ടെന്ന് വെളിയിൽ പോകേണ്ടി വന്ന സമയത്ത് ഇവരാലോചിച്ചു. പെട്ടെന്ന് അവരുടെ മനസ്സിൽ വന്നു, നമ്മുടെ താര ആർട്സ് വിജയൻ്റെ നമ്പർ അവർക്ക് കാണാപ്പാടമായിരുന്നു. അവർ പെട്ടെന്ന് ആ ലാൻഡ് ഫോണിൽ വിജയേട്ടനെ ബന്ധപ്പെടുകയാണ്. ഭാഗ്യത്തിന് വിജയേട്ടൻ ഫോൺ എടുത്തു. ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ വിജയേട്ടനോട് അവർ വിവരിക്കുകയാണ്. വിജയേട്ടനും ആകെ അന്താളിച്ചു. ഈ വിജയേട്ടൻ ന്യൂയോർക്കിലെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ ഏരിയ മനസ്സിലായി. ഫോൺ വന്ന ഏരിയ ഏകദേശം അദ്ദേഹത്തിന് പിടികിട്ടി ആ ഫോൺ നമ്പറിൽ നിന്നും. പക്ഷേ കറക്റ്റ് ബിൽഡിംഗ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. അദ്ദേഹം പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ, അവിടെ നിൽക്കൂ, ഞാൻ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം താമസിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അവിടെ നിന്ന് ഓടി അദ്ദേഹം ന്യൂയോർക്കിലെത്തുന്നു. ആ പറയുന്ന ഏരിയയിൽ വന്ന് നിൽക്കുന്നു. ഈ ഏരിയയിൽ വന്ന് നിന്നിട്ട് പിന്നെ എവിടെ പോകണം, എവിടെയാണ് ഉള്ളതെന്നറിയില്ല. അപ്പോൾ സമയത്തിനുള്ളിൽ ഈ സംഘം അവിടെ തിരിച്ചെത്തും. അതിനു മുമ്പ് അവരൊറ്റയ്ക്കേ ഉള്ളു. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് ഇറങ്ങാം അവിടെ നിന്ന്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വിജയേട്ടന് വന്ന് വെയിറ്റ് ചെയ്യണം, എവിടെ എത്തണം, എവിടെ പോകണം എന്നറിയാൻ പാടില്ല. അവരുടെ അടുത്ത് പറഞ്ഞ് ജനൽ തുറക്കാൻ പറഞ്ഞു. ജനലിൽ കൂടെ എന്ത് കാണാമെന്ന് ചോദിച്ചു. അവർ കാണാമെന്ന ബിൽഡിങ്ങുകൾ അവർ പറഞ്ഞു കൊടുത്തു വിജയേട്ടൻ്റെ അടുത്ത്. ബോർഡുകൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അത് വെച്ച് വിജയേട്ടൻ ഏകദേശം ഐഡിയ മനസ്സിലാക്കി അതിൻ്റെ അടുത്ത് പോയി നിന്ന് എൻ്റെ വണ്ടി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. അവർ അത്യാവശ്യ സാധനങ്ങളോട് പടാന്നിറങ്ങി താഴെ വന്ന് വിജയേട്ടൻ്റെ വണ്ടിയിൽ കയറുന്നു. ഈ രംഗങ്ങൾ പല സിനിമാക്കാർക്കും അറിയാവുന്നതുകൊണ്ട് പല സിനിമയിലും ഇത് ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ രംഗം ഇതേപടി ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിൽ വെച്ചാണ്. അങ്ങനെ വിജയേട്ടൻ നേരെ ഒറ്റ ഇവരെ കയറ്റി ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക്. വേറെ വല്ല ഹോട്ടലിലോ വല്ല റൂം എടുത്ത് താമസിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടെ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറ്റി അകത്ത് കയറ്റി. അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അങ്ങനെ കയറി അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് വെളിയിൽ നോക്കുമ്പോൾ ഈ ഗാങ് വെളിയിൽ വന്ന് എയർപോർട്ടിൻ്റെ അവിടെ കാവൽ നിൽക്കുന്ന അവർക്കുള്ളിലിരുന്ന് കാണാമെന്ന് വിജയേട്ടൻ പറഞ്ഞു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ഇവരുള്ളിൽ നിന്ന് വന്നു ഏറ്റവും അടുത്തുള്ള സമയത്തുള്ള ഫ്ലൈറ്റിൽ കയറ്റി അവരെ തിരിച്ചയക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം, ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ ഈ സംഭവം അവിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇത് 100% സത്യസന്ധമായ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ആ നടിക്ക് ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വരുന്ന തലമുറയ്ക്ക് ഇതൊരു ഗുണപാഠമാകും എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. അതാണല്ലോ രാധിക ശരത് കുമാർ പറഞ്ഞത്. ഈ ഒളിക്യാമറയെക്കുറിച്ച് അവർ പറഞ്ഞില്ലേ, കാരവനിൽ വെച്ച ഒളിക്യാമറയെക്കുറിച്ച് അവർ പറയുമ്പോൾ പറഞ്ഞു, അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല, പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞ്, അന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും റിപ്പോർട്ടും ഒക്കെ വന്ന് പിന്നെ കുറച്ചുകൂടെ അലർട്ടായിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവർ പറഞ്ഞതെന്ന് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിക്കൊണ്ടായി. അതുപോലെ ഞാനും പറയുന്നു, വരും തലമുറയ്ക്കെങ്കിലും പ്രയോജനമാവട്ടെ, അവരെങ്കിലും കുറെ സൂക്ഷിക്കട്ടെ, ചതിക്കുഴികളിൽ പെടാതെ അവർ രക്ഷപ്പെടട്ടെ എന്നുദ്ദേശിച്ച് മാത്രമാണ്